ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്ക പയർ വെച്ചിട്ട് നമ്മൾ വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ പരിപ്പ് വട പോലെ തന്നെയാണ്, നല്ല ടേസ്റ്റാണ്, നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1.5 കപ്പ് പയറെടുത്തിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു രാത്രി മുഴുവനും ഞാൻ കുതിർത്തിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് ഈസി ആയിട്ട് നന്നായി ചതച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾ പച്ച പയർ ഇതുപോലെ മണിയായിട്ട് കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. നമ്മൾ മിക്സിയിൽ വെച്ച് അരച്ചെടുക്കരുത്, നന്നായി ചതച്ചെടുക്കുകയാണ് വേണ്ടത്. അരച്ചെടുത്തിട്ട് നമ്മൾ വടയാക്കുമ്പോൾ ഒരു വേറെ ടേസ്റ്റാണ് വരിക. ഇത് നമുക്ക് കുറച്ച് ക്രിസ്പായിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു തരം വടയായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് നന്നായിട്ട് ചതച്ചെടുക്കുക. ഇങ്ങനെ ചതച്ച് എടുക്കുമ്പോൾ നമുക്കിങ്ങനെ ബൈൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു എന്തെങ്കിലും മാവ്, അതായത് കടലമാവോ മൈദയോ എന്തെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും. ഞാനിപ്പോൾ 2.5 ടേബിൾ സ്പൂൺ കടലമാവാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. നമുക്കൊന്ന് ബൈൻഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മാത്രം മാവേ വേണ്ടുള്ളൂ. നമ്മൾ 2.5 ടേബിൾ സ്പൂൺ ചേർത്തു. പിന്നെ അതിലേക്ക് നമുക്ക് സവോള, പച്ചമുളക്, മല്ലിയില, വേപ്പില, ക്രഷ്ഡ് ചില്ലി, പിന്നെ ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, ഇത്രയും നമ്മൾ ചേർത്ത് കൊടുക്കും. ഉപ്പും അതിൻ്റെ ഒപ്പം നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ സവോള അല്ലെങ്കിൽ ചുവന്നുള്ളി, സവോള ഞാൻ ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക്, കുറച്ച് മല്ലിയില, 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഇതെല്ലാതും അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഇനി നമ്മളിത് കൈ വെച്ച് നന്നായി കുഴച്ചെടുക്കുക. വേണമെങ്കിൽ കുറച്ച് ലൈം ജ്യൂസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഗരം മസാല വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ നമ്മൾ നല്ല പരിപ്പ് വട പോലെ തന്നെയാണ് ഇത് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിത് പരിപ്പ് വടയായി പോലെ പരത്തിയെടുക്കാം. നമ്മുടെ ഉഴുന്നോടെ പോലെ നടുവിൽ ഹോളിടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ, നല്ല വലിപ്പത്തിലോ ചെറുതോ നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് ഉണ്ടാക്കാം. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന, പരിപ്പ് വടയിൽ അത്രയ്ക്ക് പോലും ബുദ്ധിമുട്ടില്ല പയർ വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പരിപ്പ് വട നമ്മൾ അരയ്ക്കുമ്പോൾ വെള്ളമൊക്കെ കൂടുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇത് നമ്മൾ ചതച്ചെടുക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാതെ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഈ പയർ വട ഉണ്ടാക്കാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമ്മളത് മീഡിയത്തിലേക്ക് മാറ്റണം. അതായത് ഒരുപാട് ചൂടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മോൾഭാഗം മൊരിയും, ഉൾഭാഗം വേവില്ല. പക്ഷെ നമുക്ക് പുറം ഭാഗം നല്ല മൊരിഞ്ഞും കിട്ടണം, ഉൾഭാഗം സോഫ്റ്റ് ആയിട്ടിരിക്കണം, വേവേം വേണം. അപ്പോൾ അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം മീഡിയത്തിലേക്ക് വെച്ചിട്ട് നമ്മളിത് വറുത്തെടുക്കുക. അപ്പോൾ ഒന്ന് മൊരിഞ്ഞ് വരണം, ഒന്ന് ബ്രൗൺ കളറിലേക്ക് വരണം. ആ പാകത്തിലാണ് നമ്മൾ കോരിയെടുക്കേണ്ടത്. ഇരുന്നിട്ട് ആ ചൂടിൽ ഒന്ന് ചെറുതായിട്ട് ഒന്നുകൂടെ ഇത് മൊരിയും. അപ്പോൾ അതുകൂടെ കണക്കാക്കി വേണം നമ്മൾ കോരി മാറ്റിയെടുക്കാൻ. ഇത്രയേ ഉള്ളൂ നമ്മുടെ പയറുവട. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.